ഇതൊരു ബഷീർ ഫൈസി പരിഭാഷപ്പെടുത്തിയ ഒരു സൂഫി കിതാബാണ്. ഈ കിതാബിൻ്റെ ഉള്ളിലുള്ള അപകടം നിറഞ്ഞൊരു വരിയാണ്, സൂഫികളുടെ സരസ്സുകളിൽ ദിക്ർ എന്ന നിലയിൽ ഉരുവിടാറുള്ള വാക്യമാണ് ലാ മൗജൂദ ഇല്ലല്ലാ. എന്നാൽ അല്ലാതെ ഒന്നുമില്ല, കണ്ണിൽ കാണുന്നതൊക്കെ അള്ളയാണ് എന്ന ഒരു ദിക്ർ സൂഫികൾ ഓല സരസിൽ പറയാറുണ്ട്. ഈ വഹദത്തുൽ വുജൂദ് എന്ന പ്രമേയം അവതരിപ്പിക്കലാണ്. അതായത് എല്ലാം അള്ളയാണ്. വഹദത്തുൽ വുജൂദ് ആണ് എല്ലാം ഒന്ന്. അള്ളാഹു അല്ലാത്തതൊന്നും ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. കാരണം യഥാർത്ഥ ഉണ്മ എന്നാൽ നാശമില്ലാത്ത ഉണ്മയാണല്ലോ. എന്നിട്ടിത് പറഞ്ഞിട്ട് പറയാണ്, ഈ മുദ്രാവാക്യം തുരുതുരാ ഉരുവിടുകയാണ് റാത്തീബു സരസ്സുകളിൽ ലാ മൗജൂദ ഇല്ലല്ലാ. അപ്പോൾ ഈ ലാ മൗജൂദ ഇല്ലല്ലാ എന്ന കുഫർ ജനങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുകയാണ് റാത്തീബിൻ്റെ സരസ്സുകളിൽ. ഈ ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് കേട്ട സാധാരണക്കാരനിപ്പോൾ ഇത് അറിയില്ല. എന്താണ് ലാ മൗജൂദ ഇല്ലല്ലാ? അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന്, എല്ലാം അള്ളാഹ്. എന്നിട്ടോ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് വലിയ കളവും എന്നാലോചിക്കണം. അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇനി ഇത് KVM പന്താവൂർ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ അസ്റാറുൽ മുഹഖിഖീൻ എന്ന പുസ്തകം പരിഭാഷപ്പെടുത്തിയതാണ്. ഇതിലും കാണാം റാത്തീബിൽ ചെയ്യുന്ന പണി എന്താണ്. പ്രപഞ്ചമാകെ അവൻ്റെ ചൈതന്യ പ്രകടനം മാത്രം. ഈ അവസ്ഥ പ്രാപിച്ച സമ്പൂർണ്ണ മനുഷ്യരാണ് ഔലിയാക്കൾ. സമ്പൂർണ്ണ മനുഷ്യരാകുന്ന പറഞ്ഞാൽ ഒന്നാം ദർജ കഴിഞ്ഞ് രണ്ടാം ദർജയ്ക്കെത്തി, ഹഖീഖത്ത് ഫനായിൻ്റെ ദർജയ്ക്കെത്തി, അള്ളാഹുവിൻ്റെ പ്രകാശത്തിലേക്ക് ലയിച്ചു. ഈ അർത്ഥത്തിലാണ് നമ്മുടെ റാത്തീബുകളിൽ നാം ചൊല്ലാറ് ലാ മൗജൂദ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ഹാ ഹിയ ഹുവ ഹും അല്ലാ. ആണാകട്ടെ പെണ്ണാകട്ടെ ജനക്കൂട്ടമാകട്ടെ എല്ലാവരും അള്ളാഹുവിൻ്റെ ചൈതന്യമാണ്. അപ്പോൾ ജനങ്ങളെ കൊണ്ട് ശരിക്ക് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഇങ്ങനെ പന്തൽ കെട്ടിയും അല്ലാതെയുമൊക്കെ ഇവർ ഓരോ ത്വരീഖത്തിൻ്റെ പേരിലും ചെയ്യിപ്പിക്കുന്നത് തനിച്ച കുഫറും ഷിർക്കുമാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ജാഗ്രത അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കൽ യഥാർത്ഥ വിശ്വാസികളുടെ ബാധ്യതയാണ്.